ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഊട്ടിയിലെ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെയാണ് കേട്ടോ. ഇത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് എടുത്ത വ്യൂസ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അതൊക്കെ നമുക്ക് വീഡിയോയിൽ വഴിയെ കാണാം. ഇവിടെ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കൂടാതെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും റൈഡ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഊട്ടിയിൽ വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള വകയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 9 AM to 6 PM ആണ് കേട്ടോ. അതുപോലെ ടീ ഫാക്ടറിയിലേക്കുള്ള എൻട്രി ഫീസ് 20 rupees പെർ പേഴ്സൺ. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും വിർച്വൽ റിയാലിറ്റി തിയേറ്ററും സിപ്പ് ലൈനും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വ്യൂ പോയിന്റ് കാണാനാണ് ചെന്നത്. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ വ്യൂ പോയിന്റ് ആണ്. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ആദ്യം ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് അവിടെ പോകാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടീ ഫാക്ടറിയിലോട്ടാട്ടോ പോകുന്നത്. ടീ ഫാക്ടറിയിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ 20 rupees ആണ്. അതായത് 5 years above 20 rupees അങ്ങനെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മെഷീൻ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാം. ഇത് പണ്ട് കാലത്ത് ടീ പൗഡർ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന മെഷീനാണ് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 മെഷീനുണ്ട്. ഇത് ഒരെണ്ണം, പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് പണ്ടൊക്കെ ടീ പൗഡർ മേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ എൻട്രി ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സ്കാൻ ആൻഡ് പർച്ചേസ് എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് വുഡൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കാണാം. അത് എന്തിനാണെന്നറിയില്ല. ഇത് നമ്മൾ ടീ ഫാക്ടറിയിലോട്ടുള്ള പോകുന്ന വേ ആണ് കേട്ടോ ഇത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ ടീയുടെ ഒറിജിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. ഫസ്റ്റ് ടീയുടെ ഒറിജിൻ ചൈനയിലാണ്. ഇനിഷ്യലി അതൊരു മെഡിസിനൽ ഡ്രിങ്ക് ആയിട്ടാണ് ചൈനയിൽ യൂസ് ചെയ്തിരുന്നത്. പിന്നെയാണ് അതങ്ങനെ ഓരോ കൺട്രിയിലോട്ട് സ്പ്രെഡ് ആവുന്നത്. അതിൻ്റെ എല്ലാ ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വായിച്ചു നോക്കാൻ പറ്റും. ഒറിജിൻ ഓഫ് ടീ ഇൻ ഇന്ത്യ, ഒറിജിൻ ഓഫ് ടീ ഇൻ നീലഗിരി, അങ്ങനെ ഒത്തിരി ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടീയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടീ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ടീ എന്ന വേർഡിൻ്റെ ഒറിജിൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് വായിച്ചു നോക്കാൻ പറ്റും. ഹിസ്റ്ററിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടീ പൗഡർ മേക്ക് ചെയ്യുന്ന ഏരിയയിലോട്ട് കയറി. ഇവിടെ ഇങ്ങനെ കുറേ ടീയുടെ ലീഫ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓരോ ബോക്സിൽ ഈ ടീ ലീഫ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഓരോ മെഷീനിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോ ഫിക്സഡ് ടൈമുണ്ട് ഓരോ ബോക്സ് വരുന്നതിനും. ഒരു ബോക്സ് വന്ന് ലീഫ് ഇട്ട് അത് ക്രഷ് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്രഷ് ചെയ്ത് അടുത്ത മെഷീനിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ബോക്സ് വന്നിട്ട് ആ ലീഫ് ഇടുന്നത്. അങ്ങനെ ഞാനിപ്പോൾ സ്പീഡിലാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇത്തിരി ടൈമിംഗ് ഉണ്ട് കേട്ടോ. അവിടെ ഓരോന്ന് പോയി കഴിഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത്. ഞങ്ങൾ പോയ ദിവസം ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഈ ടീ ഫാക്ടറി കാണാനായിട്ട്. ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണ് ഇങ്ങനെ കണ്ടു പോകുന്നത്. ഇവിടുന്ന് ക്രഷ് ചെയ്ത ലീവ്സ് താഴെ ഒരു മെഷീനിലോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് താഴെയാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ്. ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇത് കാണാനായിട്ടൊരു പ്രത്യേക ഏരിയ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എൻട്രി ഇല്ല. ഇതിങ്ങനെ ഒരു ബാൽക്കണി പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി പേരുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ മെഷീൻ വെച്ചേക്കുന്നിടത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. നമ്മൾ ഈ മുകളിൽ നിന്നാണ് കാണുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഈ ടീ ലീഫൊക്കെ ഇങ്ങനെ പൗഡറായിട്ട് ചെറിയ പൗഡറായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സെക്ഷനിലോട്ട്. വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത്. ഞാൻ ഇത്തിരി സ്പീഡിലാണ് വീഡിയോ സ്പീഡാക്കിയതാണ്, ഒത്തിരി ലെങ്തി ആയി പോവാതിരിക്കാനായിട്ട്. വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ ഈ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. ടീ പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഏരിയ ഫുള്ള്. അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല പാർട്ട് മാത്രമാണ് കേട്ടോ, നല്ല പൗഡർ മാത്രമാണ് അടുത്ത സെക്ഷനിലോട്ട് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പതുക്കെ നീങ്ങി പോകുന്നുണ്ട് കേട്ടോ പൗഡറായിട്ട്. വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു മെഷീനിലോട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ടീ പൗഡറിൻ്റെ ഒരു രൂപത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇത് അരിച്ച് താഴോട്ടേക്കാണ് പോകുന്നത് ഈ ടീ പൗഡർ.
ഇതെങ്ങനെയാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ബോർഡ് നമുക്കൊന്ന് വായിച്ചു നോക്കാൻ പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ ഇവിടെ കുറേ ചാക്കുകൾ വെച്ചിട്ടുണ്ട്. ഈ ചാക്കുകളിലോട്ട് ഈ ടീ പൗഡർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഓരോ ചാക്കിൽ വെച്ചിരിക്കുന്ന ടീ പൗഡറും അവർ വേറൊരു മെഷീനിലൊക്കെ ഇടും. അവിടെ നിന്ന് പാക്കായിട്ടാണ് പിന്നെ വരുന്നത് കാണുന്നത്. പിന്നെ ഓരോ പാക്കറ്റിലും പാക്കായിട്ട് അത് ഇങ്ങനെ കളക്ട് ചെയ്യുവാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി ടീ പൗഡറുകൾ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ലെമൺ ടീ, ജിഞ്ചർ ടീ, സ്ട്രോങ് ടീ, കാർഡമോം ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചോക്ലേറ്റ് ടീ പൗഡറൊക്കെ ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ടീ എന്നൊക്കെ. പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ടിറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു ചായ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചായക്ക്. ഈ ചായ കുടിച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് അത് മേടിക്കാതെ പോവില്ല. അത്രയും നല്ല സൂപ്പർ ടേസ്റ്റി ചായയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കണ്ടിറങ്ങുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞങ്ങളും വാങ്ങിച്ചു കുടിച്ചു. കാർഡമോം ടീ ആണ് കേട്ടോ ഇവരിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏലക്കായ പൊടിച്ചിട്ട ചായ. നല്ല ടേസ്റ്റായിരുന്നു. ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ കുറേ ഷോപ്പുകൾ കാണാം. ഇവിടെ എല്ലാ വിധത്തിലും ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ടീ പൗഡറുകളും ഇവിടെ വിൽക്കുന്നുണ്ട്. മസാല ടീ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ടീ പൗഡറുകൾ ഇവിടെ കിട്ടും അതൊക്കെ ഇവിടെ നമുക്ക് ഈ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് ടീ പൗഡറുകളൊക്കെ കാർഡമോം ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഈ വൈറ്റ് ടീ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ടീ ആണ്. ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞത് അവർ. ഈ വൈറ്റ് ടീ എന്ന് പറയുന്നത് തേയിലയുടെ ഏറ്റവും തളിരിലായി കൂമ്പ് പാർട്ടുണ്ടല്ലോ, ആ പാർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റും. അതുപോലെ മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ അതിന് വൈറ്റ് കളറായിരിക്കും കേട്ടോ ചായക്ക്. അതാണ് ഈ വൈറ്റ് ടീ എന്ന് പറയുന്നത്. ടീ പൗഡറുകൾ കൂടാതെ ഇവിടെ കുറേ ഓയിലുകൾ വെച്ചിട്ടുണ്ട്. ടീ ട്രീ ഓയിൽ, നീം ഓയിൽ, അതുപോലെ ബദാം ഓയിൽ, ഒലിവ് ഓയിൽ, അങ്ങനെ കുറേ ഓയിലുകൾ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതാണ് കേട്ടോ ടീ ട്രീ ഓയിൽ. അപ്പോൾ ഇതും ഞങ്ങളൊരു ബോട്ടിൽ മേടിച്ചായിരുന്നു. ഇത് നമ്മുടെ മുഖക്കുരുവിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കുറേ വെറൈറ്റി ഓയിലുകൾ കാണാം. ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ അവിടെ നിന്ന് കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയാണ് കാണാനായിട്ട് പോകുന്നത്. എല്ലാം അടുത്തടുത്താണ് കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയൊക്കെ അടുത്തടുത്താണ്. ടീ ഫാക്ടറി കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന കുറച്ച് ചോക്ലേറ്റൊക്കെ കഴിക്കാൻ തരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചോക്ലേറ്റിന്. ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി. ഇവിടെ അങ്ങനെ ഒത്തിരി കാണാനൊന്നുമില്ല. ഇവിടെ ഒരു മിറർ ഉണ്ട്. ആ മിററിൻ്റെ പുറത്തേക്കൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ പുറത്ത് ഔട്ട്സൈഡിൽ നിന്ന് ഈ മിററിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ പുറത്തു നിന്ന് ഈ ഇതിങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ.
അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ഷോപ്പുകളുണ്ട്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിക്കാൻ കിട്ടും. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ചോക്ലേറ്റുകളാണ്. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു. പല ഷേപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആൽമണ്ട് ചോക്ലേറ്റ്, പിസ്ത ചോക്ലേറ്റ്, കാഷ്യൂ, അങ്ങനെ പല വെറൈറ്റി ചോക്ലേറ്റുകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ഫാക്ടറി കണ്ടിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റ് കാണാനായിട്ട് കയറിയത്. നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു. ഊട്ടി മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഹോഴ്സ് റൈഡിങ്ങിനാണ് പോയത്. കുട്ടികൾ രണ്ടുപേരെ ഹോഴ്സ് റൈഡിങ്ങിന് കയറ്റി. അവർക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാണ് ഇരുത്തിയത്. കുട്ടികളായതുകൊണ്ട് രണ്ടുപേരെ ഒരുമിച്ച് ഇരുത്തിയാണ് വിട്ടത്. കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഹോഴ്സ് റൈഡ്. ഇവർ പോകുന്ന കൂട്ടത്തിൽ ഒരാളും കൂടെ പോകുന്നുണ്ട്. ഒരു റൗണ്ട് ഇങ്ങനെ അത് മൊത്തം ചുറ്റിക്കറങ്ങി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ സിപ്പ് ലൈനിൽ കയറ്റി. ഇവിടെ വേറെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പാലം പോലെ കണ്ടോ, അതുകൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് അറ്റം വരെ പോകാൻ പറ്റും. പിന്നെ വേറെ റൈഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിർച്വൽ റിയാലിറ്റി തിയേറ്ററിൽ കയറി. അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ഊട്ടിയിൽ വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.